ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ വീഡിയോ ബലാരിഷ്ടത്തെക്കുറിച്ചുള്ളതാണ്. ബലാരിഷ്ടം ആർക്കൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എന്ത് അസുഖങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്, ഇതിൻ്റെ ഡോസ് എത്രയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ബലാരിഷ്ടം എന്ന് പേര് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും ഇത് ബലം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നായതുകൊണ്ടാണ് ഇതിന് ഈ പേര് വന്നിട്ടുള്ളതെന്ന്. പലരുടെയും തെറ്റിദ്ധാരണ അതാണ്. പക്ഷേ സത്യം അതല്ല. ബലാരിഷ്ടം എന്ന് പറയുന്ന പേര് വന്നിട്ടുള്ളത് ബല ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ബല എന്ന് പറയുന്നത് കുറുന്തോട്ടിയാണ്. കുറുന്തോട്ടിക്ക് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ബല. ഇത് ശരീരബലം കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതിൻ്റെ പേര് വന്നിട്ടുള്ളത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുറുന്തോട്ടി ആയതുകൊണ്ടാണ്. അപ്പോൾ ബലാരിഷ്ടത്തിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഇത് വാതരോഗങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ്. മെയിനായിട്ട് ഇത് വാതരോഗങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. വാദസംബന്ധമായ വേദനകളിൽ, അതുപോലെ വാദം എന്ന് പറയുന്നത്, വാദത്തിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന നെർവ്സിനെയൊക്കെ, അതിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ സഹായിക്കുന്നത് വാദമായിട്ടാണ് ആയുർവേദത്തിൽ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വാദം കുറക്കാനുള്ള, നെർവ്സിനെ ബാധിക്കുന്ന അസുഖങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ജോയിൻസിനുണ്ടാവുന്ന വേദനകൾ, ഇൻഫ്ലമേഷൻസ്, നീർക്കെട്ടൊക്കെ ഉണ്ടാവാറുണ്ട് ജോയിൻറ്റ് പെയിൻസ് ഉള്ളവർക്ക്. അങ്ങനെയുള്ള കണ്ടീഷൻസിലും ഒക്കെ ബലാരിഷ്ടം കൊടുക്കാറുണ്ട്. പിന്നെ ന്യൂറോളജിക്കൽ കണ്ടീഷൻസിൽ ഇതൊരു നല്ല നെർവൈൻ ടോണിക്കാണ്. അതായത് നമ്മുടെ ഞരമ്പുകളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല നെർവ്സിനുണ്ടാകുന്ന അസുഖങ്ങൾക്കും നമ്മൾ ബലാരിഷ്ടം കൊടുക്കാറുണ്ട്. ഒന്നാമത്തേന്ന് പറയുന്നത് ന്യൂറാൾജിയ പോലുള്ള കണ്ടീഷൻസിലാണ്. പിന്നെ ഹെമിഫ്ലേജിയ, പാരാഫ്ലേജിയ, അതായത് പക്ഷാഘാതം. പിന്നെ ശരീരത്തിൻ്റെ താഴെ ഭാഗം മാത്രം തളർന്നു പോകുന്നതിനെയാണ് പാരാഫ്ലേജിയ എന്ന് പറയുന്നത്. അതായത് മുകളിലോട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അത് സ്പൈനൽ കോഡിനൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ട് താഴെ ഭാഗം മാത്രം തളർന്നു പോവുക, കാലുകൾക്ക് ബലമില്ലാതിരിക്കുക. ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ ബലാരിഷ്ടം വളരെ ഉപയോഗപ്രദമാണ്. പിന്നെ അതുപോലെ തന്നെ ഉണ്ടാകുന്ന നമ്മുടെ ഫേഷ്യൽ പാരാലിസിസ് പോലുള്ള മുഖത്തിൻ്റെ ഒരു ഭാഗം കൂടിപ്പോവുക, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലും വളരെ എഫക്റ്റീവാണ് ബലാരിഷ്ടം. മറ്റ് മരുന്നുകളുടെ കൂടെ ബലാരിഷ്ടം ഒരു മെയിൻ മരുന്നായിട്ട് തന്നെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ബ്രെയിൻ ഫങ്ഷൻസിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ബലാരിഷ്ടം. ബ്രെയിനിലുണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കും നമ്മൾ ബലാരിഷ്ടം കൊടുക്കാറുണ്ട്. ഓർമ്മക്കുറവിനൊക്കെ ബലാരിഷ്ടം കുറവ് മാറ്റാനൊക്കെ ബലാരിഷ്ടം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബലാരിഷ്ടത്തിൽ ബല പോലെ തന്നെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് അശ്വഗന്ധ. അശ്വഗന്ധ എന്ന് പറയുന്നത് അമുക്കുരം. ഇത് രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റി നമ്മുടെ ബലാരിഷ്ടത്തിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അശ്വഗന്ധം ഉപയോഗിക്കുന്ന പല കണ്ടീഷൻസിലും, അതായത് ഉറക്കക്കുറവ്, അതുപോലെ തന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള കണ്ടീഷൻ, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലും ഒക്കെ അശ്വഗന്ധ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ബലാരിഷ്ടം കൊടുക്കാറുണ്ട്. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റ് കണ്ടീഷൻസ് എന്ന് പറയുന്നത് വൈറൽ ഫീവേഴ്സൊക്കെ വന്നിട്ട് ചിലർക്ക് വളരെയധികം ബോഡി പെയിനൊക്കെ ഉണ്ടാവാറുണ്ട്, ജോയിൻസിനും മസിൽസിനും ഒക്കെ വീക്ക്നെസ് അനുഭവപ്പെടാറുണ്ട്. ഇങ്ങനെയുള്ള കണ്ടീഷൻസിലും ശരീരം നന്നാക്കാനും ഈ വേദനകളൊക്കെ മാറ്റാനും വേണ്ടിയിട്ട് ബലാരിഷ്ടം കൊടുക്കാറുണ്ട്. അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് ശരീരത്തിൻ്റെ ബലം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നുണ്ട്, സ്ട്രെങ്ത് കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഉപയോഗിക്കാറുണ്ട്. ശരീരബലം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ ബോഡി നറിഷ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടോണിക്കായിട്ട് നമ്മൾ ബലാരിഷ്ടം ഉപയോഗിക്കാറുണ്ട്. സാധാരണ നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു ശരീരം പുഷ്ടിപ്പെടുത്താൻ എന്നുള്ള രീതിയിൽ ബലാരിഷ്ടം ഉപയോഗിച്ച് വരാറുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ ഡിസ്ലൊക്കേഷനിൽ, ആംഗിൾസിൽ ഉണ്ടാകുന്ന പെയിനിൽ, അതുപോലെ സ്പോണ്ടൈലോസിസ്, നമ്മളെ കോക്സിക്സ്, നമ്മളുടെ ടെയിൽ ബോൺ എന്ന് പറയുന്ന ബോണിനുണ്ടാകുന്ന, നമുക്ക് ഇരിക്കാനൊക്കെ ചിലർക്ക് വളരെ ബുദ്ധിമുട്ട്, താഴെയുള്ള ആ ബോണിന് വേദന വന്നിട്ട് പിറകിൽ താഴെയുള്ള ടെയിൽ ബോണിന് വളരെയധികം വേദന അനുഭവപ്പെടുന്ന ചിലവരുണ്ട്. അവർക്ക് ഇരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളവർക്കും ബലാരിഷ്ടം കൊടുത്തു വരാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആർത്രൈറ്റിസിന് കൊടുക്കാം. ആർത്രൈറ്റിസും അതുമൂലമുണ്ടാകുന്ന ഇൻഫ്ലമേഷനും ഒക്കെ കുറക്കാൻ ബലാരിഷ്ടം വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ സ്പൈൻസിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഡിസ്കിനുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് നമുക്ക് ബലാരിഷ്ടം കൊടുത്തു വരാറുണ്ട്. മറ്റ് മരുന്നുകളുടെ കൂടെ ബലാരിഷ്ടം കൂടെ ചേർത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഉണ്ടാകുന്നത് മസിൽ ക്രാംസിനും മസിൽ സ്പ്രെയിൻസിനും ഒക്കെയാണ്. മസിൽ സ്പ്രെയിനും മസിൽ ക്രാംസിനും ഒക്കെ വളരെ കുറവ് ഉണ്ടാവാറുണ്ട് ബലാരിഷ്ടം കൊടുക്കുമ്പോൾ. മസിൽസിൻ്റെ ഹെൽത്തിനും ഇത് വളരെ സഹായിക്കുന്നുണ്ട്.
അതുപോലെ ഇത് നേരത്തെ നമ്മൾ അശ്വഗന്ധാരിഷ്ടമൊക്കെ ചെയ്യുമ്പോൾ അശ്വഗന്ധാരിഷ്ടത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ജിമ്മിൽ പോകുന്നവർക്കൊക്കെ ഒരു ടോണിക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ബലാരിഷ്ടവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ ബലാരിഷ്ടവും നമ്മുടെ നെർവ്സിനെയും ജോയിൻസിനെയും അതുപോലെ തന്നെ മസിൽസിനെയും ഒക്കെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജിമ്മ് റെഗുലറായി പോകുന്നവർക്കൊക്കെ ഒരു ബോഡി ബൂസ്റ്ററായിട്ടും അതുപോലെ ഒരു ടോണിക്കായിട്ടൊക്കെ നമുക്ക് ബലാരിഷ്ടം ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഡൈജസ്റ്റീവ് പവർ ഇൻക്രീസ് ചെയ്യാനും ദഹന പ്രശ്നങ്ങൾ മാറ്റാനും ഒക്കെ ബലാരിഷ്ടം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഗോക്ഷുര, അതായത് നമ്മുടെ ഞെരിഞ്ഞിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡയൂററ്റിക്സ് പ്രോപ്പർട്ടി ഉള്ളതാണ് ഞെരിഞ്ഞിൽ. അതുകൊണ്ട് മൂത്രസംബന്ധമായ അസുഖങ്ങൾക്കും കൂടെ ബലാരിഷ്ടം കൊടുത്തു വരാറുണ്ട്. മൂത്രം ചൊടിയിൽ അതുപോലെ മൂത്ര തടസ്സം ഒക്കെ വരുന്നവർക്കും കൂടെ ബലാരിഷ്ടം കൊടുക്കാറുണ്ട്. മറ്റു മരുന്നുകളും കൂടെ ചേർത്തിട്ട് അതിൻ്റെ കൂടെയാണ് ബലാരിഷ്ടം കൊടുത്തു വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെയാണ് മെയിനായിട്ട് ബലാരിഷ്ടം ഉപയോഗിച്ച് വരുന്നത്. ഇത് കുട്ടികൾക്ക് കൊടുക്കാം, കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്ന് തന്നെയാണ്. പിന്നെ ഇതിൽ ഒരു 5 to 10% ആൽക്കഹോൾ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ആൽക്കഹോൾ എന്ന് പറയുന്നത് പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ചേർക്കുന്ന ആൽക്കഹോളൊന്നുമല്ല, അത് സെൽഫ് ജനറേറ്റഡ് ആണ്. അതായത് പുളിപ്പിച്ചിട്ട് വരുന്ന ആൽക്കഹോൾ കണ്ടൻ്റാണ്. അതെല്ലാ അരിഷ്ടത്തിലും ഉള്ള പോലെ തന്നെ ഇതിലും ഒരു 5 to 10% ആൽക്കഹോൾ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് സെൽഫ് ജനറേറ്റഡ് ആയതുകൊണ്ട് തന്നെ അതിനെക്കൊണ്ട് വലിയ ദൂഷ്യങ്ങളൊന്നുമില്ല. ഒരുപാട് കാലം ഉപയോഗിക്കാതിരിക്കുക. അരിഷ്ടങ്ങളൊക്കെ വൈദ്യ നിർദ്ദേശപ്രകാരം ഒരു ഡോക്ടറെ കണ്ടിട്ട് മാത്രം ലിമിറ്റഡ് പീരീഡിലേക്ക് മാത്രം ഉപയോഗിക്കുക. അതാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. പിന്നെ പലരും ഇങ്ങനെ കമൻറ്റ് ചോദിക്കാറുണ്ട് അസിഡിറ്റി ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത്. അസിഡിറ്റി ഉള്ളവർക്ക് വളരെ അധികം ഉണ്ടെങ്കിൽ, പുളിച്ചതായിട്ടുള്ളൊക്കെ വളരെ അധികമാണെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചെറിയ അളവിലൊക്കെ ആണെങ്കിൽ ഇതിന് ഈക്വൽ ക്വാണ്ടിറ്റി വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ നമുക്ക് ഡോസ് എന്ന് പറയുന്നത് ഒരു 20 മുതൽ 40 ml വരെയാണ് ഇതിൻ്റെ ഡോസ്. ഇത് ആഫ്റ്റർ ഫുഡ് മാത്രമാണ് കഴിക്കേണ്ടത്. ഫുഡ് കഴിച്ച് ഒരു 5 മിനിറ്റിനുള്ളിൽ അത് കഴിക്കണം, പെട്ടെന്ന് തന്നെ കഴിക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വയറ് എരിയാനുള്ള സാധ്യതയുണ്ട്, ഈ അസിഡിറ്റി കൂടാനുള്ള സാധ്യതയുണ്ട് ചിലർക്ക്. അപ്പോൾ ആഫ്റ്റർ ഫുഡ് രാവിലെയും വൈകിട്ടും 2 നേരം കഴിക്കാം. ഇത് ചിലവർ ഉച്ചക്കും രാത്രിയും ചില ഡോക്ടേഴ്സ് കൊടുക്കാറുണ്ട്. അങ്ങനെ 2 നേരമാണ് സാധാരണയായിട്ട് കൊടുക്കാറുള്ളത്. അത് 20 to 40 ml ആണ് ഡോസ് എന്ന് പറയുന്നത്. കുട്ടികൾക്കാണെങ്കിൽ ഒരു 5 ml മുതൽ 10 ml വരെയാണ് ഡോസ്. അത് തിളപ്പിച്ചാറിയ വെള്ളം ഈക്വൽ ക്വാണ്ടിറ്റി ചേർത്തിട്ടാണ് കൊടുക്കാറുള്ളത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത്, ഇനി ഇത് പലരും ചോദിക്കാറുണ്ട് ഡയബറ്റീസ് ഉള്ളവർക്ക് ഉപയോഗിക്കാവോ എന്നുള്ളത്. ഡയബറ്റീസ് ഉള്ളവർ ഡോക്ടറെ കണ്ടിട്ട് അവരുടെ ഷുഗർ റേഞ്ച് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കുന്നതാണ് നല്ലത്. വളരെ കൂടുതലൊക്കെ ആണെങ്കിൽ അരിഷ്ടങ്ങൾ ഉപയോഗിക്കേണ്ട. ബലാരിഷ്ടത്തിൽ ഒത്തിരി കണ്ടൻറ്റ് ശർക്കര അടങ്ങിയിട്ടുണ്ട്. ഒരു 40%ഓളം ശർക്കര അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് ഉള്ളവർ അവർ ഡോക്ടറെ കണ്ടിട്ട് അവരുടെ ഷുഗർ റേഞ്ച് നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക. അധികം ബോർഡറൊക്കെ ആണെങ്കിൽ കുറച്ച് നാളത്തേക്കൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ലോങ് ടേമിലൊക്കെ ഉപയോഗിക്കാണ്ടിരിക്കുക. ഒരു ബോട്ടിലൊക്കെ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ലോങ് ടേം ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഡോക്ടറെ കണ്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ വാങ്ങി കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ട 2 ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബല അതുപോലെ തന്നെ അശ്വഗന്ധയാണ്. ബല, കുറുന്തോട്ടി അതുപോലെ അമുക്കുരം. ഇത് രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയാണ് വേണ്ടത്. ഇത് രണ്ടും കൂടെ കഷായം വെച്ച് തണുത്തതിന് ശേഷം അതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 40% ശർക്കര ചേർത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് പൊടികൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളുത്ത ആവണക്കിൻ്റെ വേര്, ഏലക്ക, ഗ്രാമ്പൂ, അതുപോലെ താതിരിപ്പൂവ്, പിന്നെയുള്ളത് ഉഷിര എന്ന് പറയുന്നത് രാമച്ചാണ്. രാമച്ചം, ഗോക്ഷുര നേരത്തെ പറഞ്ഞു. ഗോക്ഷുര എന്ന് പറയുന്നത് നമ്മുടെ ഞെരിഞ്ഞിലാണ്. ഞെരിഞ്ഞിൽ, പ്രസാരിണി, ഇതൊക്കെ ഇങ്ങനെയുള്ള മരുന്നുകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്തതിന് ശേഷം ഇതൊരു മൺകുടത്തിലാക്കിയിട്ട് 1 മാസത്തോളം കെട്ടിവെക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിയുമ്പോൾ ഇത് തുറന്നിട്ട് മറ്റ് കുപ്പികളിലേക്ക് മാറ്റി വെക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ബലാരിഷ്ടം തയ്യാറാക്കുന്നത്. ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ്. അധികം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. മെയിനായിട്ട് ഈ 2 ബലയും അതുപോലെ അശ്വഗന്ധയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്